വീടിന്റെ അവസാനത്തെ കാഴ്ചയാണ്. എന്റെ മക്കൾ ഇനി എന്നെ കാണൂല്ല, എന്റെ പൊന്നുമക്കൾ ഇനി എന്റെ പൂമുഖം കാണൂല്ല. അതുകൊണ്ട് അവസാനത്തെ കാഴ്ചയാണ്, അവസാനത്തെ കാഴ്ചയാണ്. അതുകൊണ്ട് നിങ്ങളൊന്നു നിൽക്കുമോ? ആര് കേൾക്കുമെന്റെ ചെറുപ്പക്കാരാ? അവിടെ പെട്ടെന്ന് പൊതിയുകയാണ്. വീടിന്റെ മുമ്പിലുള്ള സന്തൂക്കം എന്ന് പറയുന്ന വാഹനത്തിലേക്ക് നിങ്ങളെ എടുത്തു വെച്ചു. ആ വാഹനത്തിലും എടുത്തു വെച്ചിട്ട് പടച്ചവനെ അവിടെ കൊണ്ടു നടക്കാൻ ഒരുങ്ങുകയാണ്. എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ കലിമ ഇങ്ങനെ ചൊല്ലിയിട്ട് നടക്കാവുന്നോ? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അബൂബക്കർ ഫൈലി ഉസ്താദ് എന്റെ മയ്യത്ത് ദാരിമിയുടെ മയ്യത്ത് ചുമന്നുകൊണ്ട് നടക്കുമ്പോ എന്റെ ആത്മാവ് പറയുന്നു, എന്ന് നിൽക്കുമോ? എന്റെ വീടിന്റെ ഉള്ളിലാരോ പറയുന്നുണ്ട്, അതെന്റെ മക്കളാണോ? അതല്ല എന്റെ ഭാര്യയാണോ? അതല്ല എന്റെ പ്രിയപ്പെട്ടവരാണോ? ആരോ കരയുകയാണ്. എന്ന് നിൽക്കുമോ? അവസാനമായിട്ട് ഞാൻ അവരുടെ കരച്ചിരുന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീടിന്റെ ജനാലയിൽ ഇടിച്ചു നിന്നുകൊണ്ട് പൊട്ടിപ്പറയുന്ന ഭാര്യയെ നോക്കുകയാണ്, മക്കളെ നോക്കുകയാണ്, ഉമ്മയെ നോക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഒരു സലാം പറയുകയാണ്. അവസാനത്തെ ഒരു സലാം എല്ലാവരും പറയുന്നുണ്ട്. ആത്മാവും അവർക്ക് സലാം പറഞ്ഞു. ആത്മാവ് സലാം പറഞ്ഞിട്ട് നടക്കുകയാണ്. എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞു പോയവര് റബ്ബേ തിരിച്ചു വരാത്ത ഒരു യാത്ര പറഞ്ഞു പോവുകയാണ്. ആരായിനുള്ളത്? അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുന്നവരോട് പറയുകയാണ്, തഗുറന്നകും ദുനിയാ കമാ ഗറതനീ. എന്നെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്നവരെ, എന്നെ ദുനിയാവെന്നെ ചതിച്ചടാ, ദുനിയാവെന്നെ വഞ്ചിച്ചടാ. ഈ ദുനിയാവിൽ ഞാൻ പടച്ചവനിക്ക് വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്നെ ചതിച്ചതുപോലെ എന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. എല്ലാവരും മയ്യത്ത് കൊണ്ടുവെക്കുകയാണ് പള്ളിയില്. എല്ലാവരും കൂടെ മയ്യത്ത് കൊണ്ടുവന്ന പള്ളിയിൽ വെച്ചു. പള്ളിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞു. ചില ആളുകളെ പെട്ടെന്ന് ഇറങ്ങി ഓടുമ്പോ ആത്മാവ് വിളിക്കും,